8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. വണ്ടൂർ എത്തിങ്കാന സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ 2ാമത് വണ്ടൂർ ലിറ്റററി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വണ്ടൂരിലും പരിസരങ്ങളിലുമുള്ള 10 എഴുത്തുകാരുടെ 10 കൃതികളാണ് വേദിയിൽ പ്രകാശനം ചെയ്തത്. കുറുങ്കഥകളിൽ പ്രശസ്തനായ പി.കെ. പാറക്കടവ് മുഖ്യാതിഥിയായി. വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ടി. ഷംസുദ്ദീൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലിറ്റററി ഫെസ്റ്റിന്റെ ഒരു കാലമാണ്. നമ്മൾക്കറിയാം, കോഴിക്കോട് വലിയ തോതിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വർഷങ്ങൾ തോറും ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ലിറ്റററി ഫെസ്റ്റിവല് ബീച്ചിൽ നടക്കുന്നുണ്ട്. മാതൃഭൂമിയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവല് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മാനന്തവാടി നടക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളുടെ ഒരു കാലമാണ് ഇത്. ഇതിന് സാധാരണഗതിയിൽ എന്തിനാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവല്, സാഹിത്യത്തിന് എന്തിനാണ് ആഘോഷം എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ കുട്ടികളെ, അതുപോലെ പുതിയ തലമുറയെ കൂടുതൽ വായനയിലേക്ക് അടുപ്പിക്കാനും പുസ്തകങ്ങളെ അടുപ്പിക്കാനും ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, വായിക്കുന്നത് ഒക്കെ ഇങ്ങനെ സാഹിത്യ സമ്മേളനങ്ങൾക്ക് വരുന്നതൊക്കെ 60 കഴിഞ്ഞവരാണ്, 70 കഴിഞ്ഞവരാണ്. പുതിയ തലമുറയ്ക്ക് ഇതിനൊന്നും താല്പര്യമില്ല എന്ന്. പക്ഷേ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ ഏറ്റവും ആവേശത്തോടെ വരുന്നത് പുതിയ തലമുറയാണ്. കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥിനികളും കൂട്ടത്തോടെ വരുന്നു. പുതിയ തലമുറ ആവേശത്തോടെ ആഘോഷമായ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അവരൊക്കെ വായിക്കുന്നുണ്ടോ എന്ന് നമ്മൾക്ക് സംശയമുണ്ടാകും. പക്ഷെ അവരും വായിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാണ് എന്റെ പക്ഷം. സാധാരണഗതിയിൽ വായന നിന്നുപോയി, ഇനിയുള്ള കാലത്ത് ആരും വായിക്കുകയില്ല എന്നൊക്കെ പറയുന്ന കാലത്താണ് നമ്മുടെ പുസ്തകങ്ങളിൽ ലക്ഷക്കണക്കിന് കോപ്പികളിൽ ചെലവാകുന്നത്. കെ.ആർ. മീരയുടെയും ബെന്യാമിന്റെയും സുഭാഷ് ചന്ദ്രന്റെയും ഒക്കെ പുസ്തകങ്ങളിൽ വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. പല പതിപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. എന്റെയൊക്കെ കുറെ ചെറുപ്പകാലത്ത് ഒരു പുസ്തകത്തിന്റെ 1000 കോപ്പി ചെലവാകുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു. ഇന്ന് ലക്ഷക്കണക്കിന് കോപ്പികൾ തന്നെ പുതിയ തലമുറയുടെ പുസ്തകങ്ങൾ പോകും ചെലവാകുന്ന ഒരു കാലമാണ്. ഏറ്റുവാങ്ങുന്നത് NN സുരേന്ദ്രൻ. ഇപ്പോഴേ വേദിയിൽ നടക്കുന്നത് എന്നിട്ടും എന്റെ AP അൻവർ വണ്ടൂരിന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നു. സ്വീകരിക്കാനാണ് അവർ നിങ്ങളോട് പ്രസംഗിക്കും. സൈഫുദ്ദീൻ വണ്ടൂരിന്റെ പുസ്തകം ഏറ്റുവാങ്ങുന്നു NN സുരേന്ദ്രൻ. അടുത്തത് ഹയാഷറി ഉമ്മർകുട്ടി സാറാണ്. ടി ഉമ്മർകുട്ടിയാണ് കൊടുത്തു കഴിഞ്ഞു. അടുത്തത് ടി ഉമ്മർകുട്ടി സാർ കൊടുക്കും. ഇപ്പോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഉമ്മർകുട്ടി സാറാണ് നിർവഹിക്കുന്നത്. ടി ഉമ്മർകുട്ടി നമ്മുടെ പ്രിയങ്കരനായ രക്ഷിതാവാണ്. പേരമക്കളെയും നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ചു. ബഹുമാനായ പഞ്ചായത്ത് മെമ്പർ ടി ഉമ്മർകുട്ടി സാറിന്. വിദ്യാഭ്യാസ ചെയർപേഴ്സൺ നിഷ, മെമ്പർ ടി ഉമ്മർകുട്ടി എന്നിവർ 25 LSS ജേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. ഈ വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കയ്യെഴുത്തു മാസികയുടെ പ്രകാശന കർമ്മവും പി.കെ. പാറക്കടവ് നിർവഹിച്ചു. OM കരുവാരക്കുണ്ട്, VP ഷൌക്കത്തലി, ഹംസ ആലുങ്ങൽ, ഹക്കീം ചോലയിൽ, കുഞ്ഞി മുഹമ്മദ് അഞ്ചുചൌടി, NN സുരേന്ദ്രൻ, അൻവർ വണ്ടൂർ, സൈഫുദ്ദീൻ വണ്ടൂർ, സക്കീന നിലമ്പൂർ, ഫാത്തിമ കളത്തിങ്ങൽ, ലിറ്റററി ഫെസ്റ്റ് ചെയർമാൻ ഷിഹാബ് അലൈവ്, ജനറൽ കൺവീനർ C. മുഹമ്മദ് ഷഫീഖ് എന്നിവർ പ്രസംഗിച്ചു. പരിപാടികൾക്ക് KT സുരേന്ദ്രൻ, വണ്ടൂർ സ്കൂൾ പ്രധാനാധ്യാപകൻ KT ഷിഹാബുദ്ദീൻ, വിദ്യാരംഗം കൺവീനർമാരായ PM ജാഫർ, K. ജസ്ന, P. ഫാസിൽ, മുഹമ്മദ് ഹസൻ കൂമുള്ളി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം.